അതെ ഗൈസ്, ആദൂസ് പറഞ്ഞതുപോലെ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പാണ്. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ സമയം ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞു. ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വന്നിട്ട് തെങ്കാശി, ചെങ്കോട്ട അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ ആദൂസും റെഡിയായി, ഞങ്ങളൊക്കെ റെഡിയായി ഇറങ്ങി. അങ്ങനെ കുറച്ച് പേര് വരാനുണ്ടായിരുന്നു, അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ അവരും എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഈ ഒരു വണ്ടിയിലാണ്. ഒരു 18 പേരൊക്കെ സീറ്റിംഗ് വരുന്നൊരു വണ്ടിയായിരുന്നു. ഏകദേശം 8 മണി അടുപ്പിച്ച് ആവാറായപ്പോൾ നമ്മളിവിടെ നിന്ന് യാത്ര തിരിച്ചു. 2025 ലാസ്റ്റ് മിനിറ്റിൽ തോന്നിയ ഒരു ട്രിപ്പായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. കൂടാതെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ട്രിപ്പായിരുന്നു ഈ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്തതിന് ശേഷം നല്ലൊരു സ്പോട്ട് എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. രാവിലെ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ആദൂസ് എന്താണ് പറയണമെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഗൈസ്, വെള്ളം ഉണ്ടെന്ന്. കാരണം നമ്മളിരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് വലിയൊരു ആറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. പൂരിയൊക്കെ കഴിച്ച് എനർജി വന്നപ്പോൾ പിന്നെ എല്ലാവരും ഡാൻസൊക്കെ തുടങ്ങി. പൂരി കഴിച്ച് എനർജി വേസ്റ്റ് ആക്കണ്ടെന്ന് ഓർത്തിട്ട് സൈഡിൽ ഇടം പിടിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനങ്ങനെ ഇരുന്നു. വളരെ രസകരമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് വെള്ളമൊക്കെ കുറവായിരുന്നു. എന്നാലും നമ്മുടെ തമിഴ്നാട് ഭാഗം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ, പുഴയും ആറും അമ്പലങ്ങളും ഒക്കെ ആണല്ലോ. അങ്ങനെ നമ്മൾ നേരെ ആദ്യം പാലരുവിയിലെത്തി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തു. ഈ വണ്ടിയുടെ മുകളിലൊക്കെ കയറി നിൽക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഈ ട്രിപ്പ് ഞങ്ങളെക്കാളും കൂടുതൽ സന്തോഷമായിട്ടിരിക്കുന്നത് ആദൂസാണ്. കാരണം അവനിത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് ട്രിപ്പ് പോകണം ട്രിപ്പ് എന്തെന്ന് പോലും അറിഞ്ഞൂടാത്ത അവന് അത്രയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത ശേഷം നേരെ കുറ്റാലത്തെത്തി. ഏകദേശം ഉച്ചയാവാറായെന്ന് തോന്നുന്നു. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ തിരക്കും ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ക്രിസ്മസ് ലീവൊക്കെ ആണല്ലോ, ആ സമയത്തല്ലേ നമ്മൾ പോയത്. അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ കൂടെ ഒക്കെ നടന്നു കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ കുളിക്കാനൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷേ കുളിച്ചില്ല. അതായത് ഇത്രയാണ് ഇപ്പോൾ അവിടെയുള്ള വെള്ളം. പൊതുവേ എല്ലായിടത്തും ഇപ്പോൾ വെള്ളം കുറവായിരുന്നു. ഇവിടെ ഇത്രയാണോ എന്നറിയത്തില്ല. കഴിഞ്ഞ തവണ നമ്മൾ മുമ്പൊരിക്കൽ വന്നപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ, ഇപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ എന്തൊക്കെയോ ചടങ്ങാണോ എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും ആദൂസിന് എന്തെങ്കിലും മേടിക്കണമല്ലോ എന്ന് എടുത്തിട്ട് അങ്ങനെ അവിടെ തന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അവിടുത്തെ ഷോപ്പിലൊക്കെ കയറി ആദൂസിനൊരു ജാക്കറ്റ് നോക്കി. അത്യാവശ്യം കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ജാക്കറ്റ്. അപ്പോൾ അതിൽ ഒരെണ്ണം ആദൂസിന് വേണ്ടിയിട്ട് എടുത്തു. അതിനുശേഷം തൊട്ടടുത്തുള്ള വേറൊരു ലൊക്കേഷനിലോട്ട് നമ്മൾ പോയി. ഇവിടുത്തെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഒരു 5 വെള്ളച്ചാട്ടം ഒരുമിച്ച് ഒഴുകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലത്തിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ അവിടെ ഒരുപാട് പേര് നിന്ന് കുളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 സെക്ഷനായിട്ടാണ്, ലേഡീസിന് സെപ്പറേറ്റ്, ജെൻസിന് സെപ്പറേറ്റ് ആണ്. പിന്നെ ആദും ചേട്ടായും കൂടെ കുളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്തു. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പായി. ഇനി എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ കരുതിയിട്ട് അങ്ങനെ എല്ലാവരും കടയിലൊക്കെ കയറി ബിരിയാണിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത ഒരു സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറി. ഈ പോകുന്ന സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. കുട്ടികളുള്ളതുകൊണ്ട് അവർക്കും കൂടെ കരുതിയിട്ടൊരു പാർക്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പോട്ട് നോക്കി പോകണമെന്ന് കരുതി പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല പണി കിട്ടി. കാരണം നല്ല വലിയൊരു പാർക്കുണ്ട്, പക്ഷേ ഭയങ്കര പൈസ. അവിടെ നമുക്കുള്ളിലേക്ക് കയറുന്നതിനും പൈസ, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഓരോ റൈഡിനും ഓരോ റേറ്റായിരുന്നു അവിടെ ഇട്ടിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കയറിയില്ല. നേരെ പിന്നെ പോയത് തിരുമല കോവിലായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും സന്ധ്യ ആവാറായി. അങ്ങനെ കുറേ പേരൊക്കെ കയറി തൊഴുതു. കുറച്ച് പേരൊക്കെ ഇപ്പോൾ താഴെ നിൽക്കുമായിരുന്നു. അവിടുത്തെ വലിയൊരു പാറയുണ്ടായിരുന്നു, അതിൻ്റെ പുറത്തൊക്കെ കയറിയിരുന്നു. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച ശേഷം വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് തിരിച്ച്, പിന്നെ രാത്രി ആയല്ലോ, പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് എല്ലാവരും ബസ്സിൽ കയറി.
കുറച്ച് ദൂരമൊക്കെ വന്ന് ഡാൻസ് കളിച്ച് പിന്നെ എല്ലാവരും ഉറക്കമായി. അപ്പോൾ ഈ ഒരു യാത്ര വളരെ രസകരമായിരുന്നു. എനിക്കും നമ്മുടെ ഫാമിലിക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമായി ഈ യാത്ര. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.